ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. അതായത് മലയാളികളുടെ സ്വന്തം പൊന്നോണം. അതുപോലെ തന്നെ 1939 സെപ്റ്റംബർ 4-ാം തീയതി മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശേഷപ്പെട്ട ദിനമായിരുന്നു. അന്നാണ് ലണ്ടനിലെ സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വോട്ട് സിക്കോസ്കി എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി ആകാശത്തേക്ക് ഒരു ഹെലികോപ്റ്ററിനെ പറത്തിവിട്ടത്. അത് പിന്നീട് വലിയ ഒരു ചരിത്രമായിരുന്നു. റെസ്ക്യൂ മേഖലയിലും സ്വകാര്യ സർവീസ് മേഖലയിലും ഗതാഗത മേഖലയിലും വലിയ വിപ്ലവം സൃഷ്ടിച്ച റോട്ടർ ക്രാഫ്റ്റുകളെന്ന് ടെക്നിക്കലി വിളിക്കപ്പെടുന്ന ഹെലികോപ്റ്ററുകൾ ജന്മം കൊണ്ടത് അങ്ങനെയാണ് എന്ന് പറയാം. സിക്കോസ്കി 4 എന്ന് പറയുന്ന ആദ്യത്തെ ഹെലികോപ്റ്ററിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് ഒട്ടനവധി സവിശേഷതകളും അതിലുപരി മാറ്റങ്ങളുമായി വാഹന ലോകത്ത് സജീവമായ ഹെലികോപ്റ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, തിരുവോണ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. റോട്ടർ ക്രാഫ്റ്റുകൾ എന്ന് പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ റോട്ടർ ഉപയോഗിച്ച് അതിൽ നിന്ന് വരുന്ന ത്രസ്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് ഹെലികോപ്റ്റർ എന്ന് പറയാം. ഹെലികോപ്റ്ററെ കുറിച്ച് പറയുമ്പോൾ ചോപ്പറുകൾ, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ, അങ്ങനെ വ്യത്യസ്തമായ പേരിലുണ്ട്. ഓരോ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പല നിക് നെയിമുകളൊക്കെ ഉണ്ട്. ഇപ്പം റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 ചിറകുകൾ അല്ലെങ്കിൽ വിങ് അല്ലെങ്കിൽ റോട്ടർ സ്കെയിലുകൾ, ഇതും അതുപോലെ തന്നെ അതിൻ്റെ റോട്ടറും ഉൾപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട മെഷീൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എഞ്ചിൻ ഭാഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് റോട്ടർ ക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. റോട്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരു തുമ്പിയുടെ ഭാവങ്ങൾ എവിടെയൊക്കെയോ നമുക്ക് ഫീൽ ചെയ്തേക്കാം അല്ലേ? കാരണം ആ തുമ്പിയുടെ 2 ഉരുണ്ട കണ്ണുകൾ പോലെയുള്ള ഈ ഒരു വിൻഷീൽഡിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു നോസിൻ്റെ ഭാഗമൊക്കെ അപ്പോൾ എവിടെയൊക്കെയോ തുമ്പിയിൽ നിന്ന് ഇൻസ്പയർ ആയ ഒരു ഫീൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ തുമ്പിയുടെ പ്രവർത്തനത്തിനോട് എന്തുകൊണ്ട് യോജിപ്പിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഹെലികോപ്റ്ററിൻ്റെ പ്രവർത്തന രീതി ഉള്ളതെന്ന് പറയാം. ലുക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ചിപ്സൺ ഏവിയേഷൻ എന്ന് പറയുന്ന ടീമിൻ്റെയാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ. അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഹെലി സർവീസ് നടത്തുന്ന ഒരു ടീമാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് ഷോ പോലെ നമുക്കൊക്കെ ഒരു ഹെലികോപ്റ്റർ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു ട്രിപ്പിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രശസ്തമായ 60 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നേരത്തെ ലിയർജെറ്റ് വിമാനത്തിൻ്റെ വീഡിയോ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിക്കോസ്കി R4 എന്ന് പറയുന്ന മോഡലാണ് ആദ്യമായി വാഹന ലോകത്തേക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ വന്ന അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം നടത്തപ്പെട്ട ഹെലികോപ്റ്റർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. സിക്കോസ്കി എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ആ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ ബെൽ 407 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. 1995 കാലഘട്ടങ്ങളിൽ വാഹന വിപണിയിലേക്ക് വരികയും അമേരിക്കക്കാരൻ കൂടിയാണ് ഈ വാഹനം എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ശരിക്കും നമ്മളൊരു എയറോഡൈനാമിക് ഡിസൈൻ്റെ രൂപഭംഗി നമുക്ക് ഫ്രണ്ടിൽ ശരിക്കും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഗ്രില്ല് ഭാഗങ്ങളൊക്കെ കാണാം. താഴെ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്ക് താഴേക്കൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗം പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വിഷ്വൽ കിട്ടാനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ബെൽ 407 എന്ന് പറയുന്ന വാഹനത്തിനകത്ത് 4 വിങ്സുകളാണുള്ളത്. 18 മീറ്റർ ഡയമീറ്ററിൽ കറങ്ങുന്ന ഒരു 4 വിങ്സുകൾ. ചില ഹെലികോപ്റ്ററിനകത്ത് നമുക്ക് 3 വിങ്സുകൾ ഉള്ളതുണ്ട്. അത് ഓരോന്നും ഓരോ പർപ്പസ് അനുസരിച്ചാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ചില ഹെലികോപ്റ്ററുകൾ 2 റോട്ടറുകൾ ഉള്ളത് കാണാം. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാഹന വ്യൂഹമൊക്കെ ശ്രദ്ധിച്ച ആളുകൾക്ക് അദ്ദേഹമൊക്കെ വന്നിറങ്ങുന്ന ഹെലികോപ്റ്റർ ശ്രദ്ധിച്ചാൽ കാണാം 2 റോട്ടറുകൾ ഉണ്ടായിരിക്കും. ഒരു മെയിൻ റോട്ടറും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് ഒരു വേറൊരു റോട്ടർ കൂടി ഉണ്ടാവും. അങ്ങനെ സജ്ജീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പർപ്പസ് അനുസരിച്ച് വെയിറ്റ് കൂട്ടുന്ന വാഹനങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കുടുസായ ഏരിയയിലും നമുക്ക് അനായാസേന കൊണ്ടുചെന്ന് ഇറക്കാനും അവിടെ നിന്ന് ഉയർന്നു കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ ടാറിട്ട ഒരു ഏരിയ, അതിനെ ടാർമാക്ക് എന്നാണ് വിശേഷിപ്പിക്കുക. അതുപോലെ തന്നെ ഹെലിപാഡ് എന്നും പറയാറുണ്ട്. ഈ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രാഡിൽ ഭാഗം ഉണ്ടല്ലോ, ഇതിനകത്ത് ശരിക്കും ഇപ്പോൾ ടയറുകളില്ല, പക്ഷേ ഇതിനകത്ത് ടയറുകൾ ഘടിപ്പിക്കാം. ഓൾറെഡി ടയറുകളുള്ള ഹെലികോപ്റ്റർ മോഡലുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടയറുകളില്ലാത്ത ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ പുല്ലുള്ള പ്രദേശങ്ങളെയാണ്. അതായത് ഹെലിപാഡ് ഒരുക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് പുല്ലുകളുള്ള പ്രദേശങ്ങളാണ് എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം ക്ലീൻ ആയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ റിവ്യൂവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് മുകളിലുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കേരളത്തിൽ വളരെയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിനകത്താണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ വ്യൂവിനെ കുറിച്ച് പറയുന്ന സമയത്ത്
പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഗ്ലാസ് ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോറുകളുണ്ട്, 2 ഈ സൈഡിലും അതുപോലെ തന്നെ 2 അപ്പുറത്തെ സൈഡിലുമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ടയർ വെക്കുന്ന സാധ്യതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻജിൻ ഭാഗം വരുന്നത് ഇതാണ്. ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ 598 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 246 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന അലിസൺ മോഡൽ 250 എന്ന് പറയുന്ന എഞ്ചിനാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. 1995 ആദ്യമായിട്ട് വാഹന ലോകത്തേക്ക് പറന്നുയർന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബെൽ 407 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിപ്സ് ആൻഡ് ഏവിയേഷൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എഞ്ചിൻ്റെ എക്സോസ്റ്റും അതുപോലെ തന്നെ ഇൻടേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ തുറന്നു വെച്ചത് ഇപ്പം എഞ്ചിൻ കാണാൻ വേണ്ടിയിട്ട് പൊക്കി വെച്ചതാണ്. അതിനകത്ത് നമുക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എഞ്ചിൻ്റെ ക്രമീകരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് എഞ്ചിനുകൾ അങ്ങനെ സാധാരണ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം കാണാത്ത ആളുകൾക്ക് കാണാം. അതുപോലെ തന്നെ റഡാറുമായി ബന്ധപ്പെട്ട സിഗ്നലുകൾ എടുക്കാനും മറ്റുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ പല ഭാഗങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗം കാണാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് VTRPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു നമ്പർ ഉപയോഗിച്ച് കിട്ടും. പിന്നെ ഈ ഒരു നീളമുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്തേക്ക് ബാക്കിലേക്കുള്ള കൺട്രോളുകളാണ് പാസ് ചെയ്ത് പോകുന്നത്. ധാരാളം സിഗ്നലുകൾ, അതുപോലെ തന്നെ ബാക്കിലത്തെ റോട്ടറിന് ഇതിനകത്ത് 2 റോട്ടറുണ്ട്. ഒരു വലിയ റോട്ടറും അതുപോലെ തന്നെ ഒരു കുഞ്ഞു റോട്ടറും. കുഞ്ഞു റോട്ടർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡയറക്ഷൻ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ഷൻ തിരിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതാണ് ബാക്കിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതാണ് നമ്മുടെ ടെയിൽ റോട്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് 2 വിങ്സ് ഉള്ള ഒരു റോട്ടറാണ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തെ തിരിക്കുന്നതിനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള പർപ്പസുകൾക്കാണ്. അതിനാണ് നമ്മളുടെ ഈ ഒരു ഏപ്രണും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ റഡറിന് ഇവിടെ കാണാം, അതും സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇത്രയാണ് പുറത്തു നിന്ന് നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ധാരാളം സിഗ്നലുകൾ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ലഗേജസ് കീപ്പ് ചെയ്യാം. ഇനി നമ്മൾ ക്യാബിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസഞ്ചർ ക്യാബിൻ ആദ്യം തുറന്നു നോക്കാം. സാധാരണഗതിയിൽ നമ്മളൊരു കാറിൻ്റെ ഡോറൊക്കെ തുറക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് നമുക്കിത് തുറക്കാം എന്നുള്ളതാണ്. ഇവിടെ ഡോർ ഹാൻഡിൽസ് കാണാം, അതുപോലെ തന്നെ ഡോർ ലോക്ക് ആൻഡ് ലോക്ക് കാണാം, ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാറിനൊരു സാദൃശ്യം തോന്നുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ബെൽ 47 എന്ന് പറയുന്നൊരു ചെറിയ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തേക്ക് കയറാൻ ഇവിടെ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് കയറാം. ഈ വാഹനത്തിനകത്ത് 5 പാസഞ്ചേഴ്സിനാണ് യാത്ര ചെയ്യാൻ കഴിയുക. അതായത് 5 ആളുകൾക്ക് ബാക്കിലിരിക്കാം ക്യാബിൻ സ്പേസിനകത്ത്. അതുപോലെ തന്നെ ഒരാൾക്ക് ഫ്രണ്ടിലിരിക്കാം, ഫ്രണ്ടിലൊരു പൈലറ്റിനും ഇരിക്കാം. അപ്പോൾ മൊത്തം ശരിക്കും പറഞ്ഞാൽ 7 ആളുകൾക്ക് ഈ വാഹനത്തിനകത്ത് സഞ്ചരിക്കാം. ബാക്കിൽ 5 പാസഞ്ചറും അതുപോലെ തന്നെ ഫ്രണ്ടിൽ പൈലറ്റ് അടക്കം 2 പേരും. അങ്ങനെയാണ് ഇതിനകത്ത് സഞ്ചരിക്കാൻ പറ്റുക. ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AC-യുടെ വിൻഡോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. കംപ്ലീറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാബിനാണ്. ഇരിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ഒന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്സെറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കേൾക്കില്ല, അത്രയും പിൻഡ്രോ സൈലൻ്റ് ആയിരിക്കും. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. എല്ലാവരും സാനിറ്റൈസ് ചെയ്യണം, എപ്പോഴും സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കൊറോണയെ നമുക്ക് തുരത്തി ഓടിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു സെൻട്രൽ ടണലാണ്. ബാക്കിൽ നിന്ന് നമുക്ക് കൺട്രോളുകളൊക്കെ ബാക്കിലേക്ക് പാസ് ചെയ്ത് പോകുന്ന സെൻട്രൽ ടണൽ. നമ്മൾ സാധാരണ വാഹനത്തിനകത്ത് താഴ്ഭാഗത്ത് കണ്ടിട്ടുള്ളതിൻ്റെ ഒരു ഭാഗം. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഷ്യനോട് കൂടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ സിവിൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബെൽ 407 എന്ന് പറയുന്ന മോഡൽ സിവിൽ ഏവിയേഷൻ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മോഡലാണ്. മറ്റൊരുപാട് പർപ്പസുകൾക്ക്, ഇപ്പോൾ മിലിറ്ററി പർപ്പസുകൾക്ക്, സ്വകാര്യ ആവശ്യങ്ങൾക്ക്, മരുന്നടിക്കാൻ, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ്, റെസ്ക്യൂ സർവീസുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. വിമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹെലികോപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത്, അതായത് ഇപ്പം ഈ ഒരു വിങ് സ്പാൻ്റെ റേഡിയസ് ഉൾക്കൊള്ളാവുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരാനും അവിടെ നിന്ന് തന്നെ അനായാസന കുതിച്ചുയരാനും കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഫ്ലൈറ്റുകൾക്ക് ഒരു പരിധിവരെ അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല. യുദ്ധവിമാനത്തിനൊക്കെ പറ്റുമെന്നുള്ള കാര്യമില്ല. പക്ഷേ എന്നിട്ട് കഴിഞ്ഞാലും റെസ്ക്യൂ സർവീസുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹെലികോപ്റ്റർ ആവാനുള്ള കാരണവും ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത് നമുക്ക് കയറാനുള്ളത് ഡ്രൈവിംഗ് സൈഡിലേക്കാണ്, അതായത് പൈലറ്റിൻ്റെ ക്യാബിനിലേക്കാണ്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൺട്രോളുകളുണ്ട്, ഫ്ലൈറ്റിനോട് സമാനമായിട്ടുള്ള കൺട്രോളുകളുണ്ട്. അപ്പോൾ ചില കൺട്രോളുകൾ പറയുമ്പോൾ നേരത്തെ നമ്മൾ ഫ്ലൈറ്റ് റിവ്യൂവിൽ കണ്ട കമാൻഡുകളായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർ സൈഡിലേക്ക് ഒന്ന് കയറാം. സാധാരണഗതിയിൽ കാർ ഓപ്പൺ ആക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ്. കുറച്ച് മുകളിലേക്ക് ഓപ്പൺ ആവുന്ന ഒരു ഫീലുണ്ട്. അത് ആ ഹെലികോപ്റ്ററിൻ്റെ രൂപഭംഗി അങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാഴ്ചകൾ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കയറുന്നത് ശരിക്കും പാസഞ്ചറുടെ സൈഡിലാണ്.
അപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഹെഡ്സെറ്റ്. ഈ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് താഴെ ഗ്രൗണ്ടിൽ നിന്ന് ക്യാപ്റ്റനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബാക്കിൽ പാസഞ്ചറുടെ സൈഡിലിരിക്കുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അത് ക്യാപ്റ്റൻ സൈഡിലേക്ക് വന്നപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു കാര്യം കൂടി വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ക്ലോസ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കേട്ടോളുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞത് മാത്രം. അപ്പോൾ തന്നെ ഇതാണ് സൈക്ലിക് എന്ന് പറയുന്ന കൺട്രോൾ. ഈ റോട്ടർ കറക്കിയിട്ട് ഈ റോട്ടറിൻ്റെ ത്രസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെലികോപ്റ്ററിനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ത്രസ്റ്റ് ഏത് ഡയറക്ഷനിലേക്ക് വേണമെന്നൊക്കെ തീരുമാനിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സൈക്ലിക് എന്ന് പറയുന്ന കൺട്രോൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പം നമ്മൾ ഹെലികോപ്റ്റർ പൊക്കിയിട്ട് മുന്നിലേക്ക് പോകുന്ന ആ ഒരു ഡയറക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സൈക്ലിക് എന്ന് പറയുന്ന കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ കൺട്രോളിനെ പറയുന്ന പേരാണ് കളക്റ്റീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ആക്സലറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് വിശേഷിപ്പിക്കാം. അതായത് ഇത് ഉപയോഗിച്ചിട്ട് തിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോട്ടറിൻ്റെ സ്പീഡ് കൂടുകയും അതനുസരിച്ച് ത്രസ്റ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ താഴെ കാണുന്നതിനാണ് നമ്മൾ റഡർ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ ശരിക്ക് വാഹനത്തിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലത്തെ റോട്ടർ വർക്ക് ചെയ്യും, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യുമ്പോൾ വാഹനം തിരിയുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ലോങ്ങിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതും ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമുക്ക് ധാരാളം ഡിസ്പ്ലേ യൂണിറ്റുകൾ കാണാം. അതൊക്കെ നേരത്തെ നമ്മൾ ഫ്ലൈറ്റിനോട് പറഞ്ഞ തുല്യമാണ്. ഇത് നമ്മുടെ കോമ്പസ് ആണ്. അപ്പോൾ തന്നെ ഇത് നമ്മുടെ RPM മീറ്ററാണ്. അപ്പോൾ തന്നെ ഇത് നമ്മുടെ എയർ സ്പീഡ്, അതായത് പുറത്തുനിന്ന് ഉള്ള എയറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ ഇത് കണ്ടോ, ഭൂമിയുടെ അത് ഏത് ഇതിലൂടെയാണ് കറങ്ങുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട്, അതായത് ഇപ്പം എത്ര ഇതിലാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. ആൾട്ടിറ്റ്യൂഡിൻ്റെ കൺട്രോൾ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് TRQ, MGT, അതായത് ഫ്യുവല്, അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന യൂണിറ്റാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ATCയുമായിട്ടുള്ള കൺട്രോൾ, അതായത് പൈലറ്റും ഗ്രൗണ്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സിഗ്നൽസും. ഇപ്പോൾ നമ്മൾ വാഹനം പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ ധാരാളം റഡാർ യൂണിറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ കൺട്രോളുകളാണ് ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഞ്ചിൻ കട്ട് ഓഫ്, അതുപോലെ തന്നെ നാവിഗേഷൻ ലൈറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പോലത്തതാണ്, അതായത് നമ്മുടെ റോട്ടറിനെ പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നതാണ് RPM 40 ആവുന്ന സമയത്ത് ഒരിക്കലും ഇത് യൂസ് ചെയ്തിരുന്നത്. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടാണ്. നമ്മളിത് വലിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം വലിച്ചിട്ടാണ് നിൽക്കുന്നത് പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ റോട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഹെലികോപ്റ്ററിന് അകത്തുള്ള കാഴ്ചകൾ, അതായത് ഹെലികോപ്റ്ററിൻ്റെ കൺട്രോൾ യൂണിറ്റുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും ഒരു പക്ഷേ ഇത് പറത്താൻ വളരെ സിമ്പിളാണ് എന്നുള്ളത്. ഒരിക്കലും സിമ്പിളല്ല, അത്യാവശ്യം നല്ല പണിയുണ്ട്. കാരണം ത്രസ്റ്റൊക്കെ ബാലൻസ് ചെയ്ത് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പണിയല്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേക പൈലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പട്ടം കൊടുത്തിട്ടുള്ളത്. കാർ ഓടിക്കുന്ന ലൈസൻസ് സെറ്റ് ഇത് ഓടിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അതുപോലെ അവിടെ ഡിസ്പ്ലേ യൂണിറ്റ് കാണാം. ഇത് പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓരോ വാഹനത്തിനകത്തും ഓരോ പൈലറ്റ് കയറുന്ന സമയത്ത് ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കും. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോഴും ഹെലികോപ്റ്റർ പൊന്തി പോകുന്ന സമയത്തും ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയറൻസുകൾ കൊടുക്കാറുണ്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്. അതാണ് അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെയാണ്. മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത്തരം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമ്പാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഹെലികോപ്റ്ററുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ ശരിക്കും പറയാം പിറ്റ്യൂ ട്യൂബ് എന്നാണ്. അതായത് ഇതിൻ്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിനകത്താണ് ഇതിൻ്റെ ബാറ്ററീനൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ അകത്തെ ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എയറിനെടുക്കുന്ന പർപ്പസാണ് ഇത് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊക്കെ ആൻറ്റിന കേട്ടോ, താഴെ കൊടുത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓണം എപ്പിസോഡ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. തീർച്ചയായിട്ടും ഹെലികോപ്റ്ററിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ ലേറാശിയാണ്. ലേറാശിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരാൻ വേണ്ടി വീഡിയോയിൽ ഒന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ റാഷിക്കാനെ കാണാത്തവരാരും ഉണ്ടായിരിക്കില്ല. അപ്പം റാഷിക്കാണ് ഈ ക്യാമറ ചെയ്ത് തന്നത്. അപ്പം റാഷിക്കാക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ അഫ്ലു, അതുപോലെ തന്നെ റസീൻ തുടങ്ങിയിട്ടുള്ള യൂട്യൂബിലെ പുലികളുണ്ട്, അവരൊക്കെ തൊട്ടപ്പുറത്താണ്. അതുപോലെ തന്നെ നമ്മുടെ നിഫിൻ ചേട്ടൻ നമ്മൾ ഫ്ലൈറ്റിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിപ്സ് ആൻഡ് ഏവിയേഷനും ഒരു വലിയ താങ്ക്സ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓൺ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.